അമൃത് വേണി ലൈഫ് ക്വിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE ഇൻ അസോസിയേഷൻ വിത്ത് ജോയ് ആലുക്കാസ്. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്? കുട്ടികൾക്കൊക്കെ പെയിൻ ശല്യം ഉണ്ടാകും. അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. നമസ്കാരം, ഞാൻ ഡെയ്സി ബിജു. ഡെയിലി ന്യൂസിന്റെ സായന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂൺ 23 ചൊവ്വാഴ്ച. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് പ്രഖ്യാപിച്ച മുഖ്യമന്ത്രി VD സതീശന്റെ ബജറ്റ് നിർദ്ദേശത്തിന് പിന്നിൽ അഴിമതിയെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. നിയമസഭയിൽ പ്രതിപക്ഷം അടിയന്തര പ്രമേയ നോട്ടീസ് അവതരിപ്പിക്കാനുള്ള അനുമതി തേടി സംസാരിക്കുകയായിരുന്നു പിണറായി. ബക്കാഡി മദ്യക്കമ്പനിക്ക് അമിതമായി ലാഭമുണ്ടാക്കാനുള്ള ശ്രമമെന്നും അദ്ദേഹം ആരോപിച്ചു. അടിയന്തര പ്രമേയം സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തള്ളിയതോടെ പ്രതിപക്ഷ മുദ്രാവാക്യം വിളിച്ച് നടുത്തളത്തിൽ ഇറങ്ങി. പിന്നീട് സഭയിൽ നിന്നും ഇറങ്ങിപ്പോയി. കൊല്ലം കൊട്ടാരക്കര നീലേശ്വരത്ത് അമിത വേഗതയിലെത്തിയ ടിപ്പർ ലോറി നിയന്ത്രണം വിട്ട് ബസ് സ്റ്റോപ്പിലേക്ക് മറിഞ്ഞ് 15-കാരനുൾപ്പെടെ 3 പേർ മരിച്ചു. നീലേശ്വരം കാർമൽ സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥി പാർത്ഥിവ്, ചടയമംഗലം KSRTC ഡിപ്പോയിലെ മെക്കാനിക് അജയ്കുമാർ, കുടവട്ടൂർ സ്വദേശി ഹരിലാൽ എന്നിവരാണ് മരിച്ചത്. സംസ്ഥാനത്ത് കടുത്ത വൈദ്യുതി പ്രതിസന്ധിയുണ്ടെന്ന് മന്ത്രി സണ്ണി ജോസഫ്. മാർച്ച്, ഏപ്രിൽ മാസങ്ങളിൽ കടം വാങ്ങിയ വൈദ്യുതി ഈ മാസം തിരിച്ചുകൊടുക്കണം. മഴ ലഭിക്കാത്തതിനാൽ തിരിച്ചു നൽകാനാവാത്ത അവസ്ഥയാണെന്നും മന്ത്രി പറഞ്ഞു. ജോർജ് കുര്യൻ കേന്ദ്രമന്ത്രി സ്ഥാനം രാജിവെച്ചു. രാജ്യസഭാംഗത്വത്തിന്റെ കാലാവധി പൂർത്തിയായതിനാലാണ് രാജി. ജോർജ് കുര്യൻ സംഘടനാ ചുമതലയിലേക്ക് മടങ്ങും. സംസ്ഥാനത്തെ തീർപ്പാക്കാത്ത ബാധ്യത 3511 കോടി രൂപയുടേതാണെന്ന് 2024-25 വർഷത്തെ CAG റിപ്പോർട്ട് നിയമസഭയിൽ. ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 262 കോടി സഞ്ചിത നിധിയിലേക്ക് ക്രമരഹിതമായി മാറ്റി. ഓഫ് ബജറ്റ് കടബാധ്യത 39,230 കോടി രൂപയാണ്. കിഫ്ബിയും പെൻഷൻ കമ്പനിയും വൻ ബാധ്യതയാണെന്നും CAG റിപ്പോർട്ടിൽ പറയുന്നു. സർക്കാരിനെതിരെ പ്രതിപക്ഷമുന്നയിച്ച അഴിമതി ആരോപണം രേഖകളിൽ നിന്ന് നീക്കണമെന്ന് മുഖ്യമന്ത്രി VD സതീശനും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും. മദ്യത്തിന്റെ നികുതി ഇളവ് സംബന്ധിച്ച അഴിമതി ആരോപണം പ്രതിപക്ഷം ഉന്നയിച്ചത് നോട്ടീസിൽ പറയാതെയാണെന്നും ഇത് ചട്ടവിരുദ്ധമായതിനാൽ സഭാരേഖകളിൽ നിന്ന് നീക്കണമെന്നും ചെന്നിത്തലയും ആവശ്യപ്പെട്ടു. മയക്കുമരുന്ന് മാഫിയയ്ക്കെതിരെയുള്ള ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാനത്ത് 2954 കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും 3176 പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നിയമസഭയെ അറിയിച്ചു. 84 പോലീസ് സബ് ഡിവിഷനുകളിലായി പ്രത്യേക അന്വേഷണ സംഘങ്ങളെ നിയോഗിച്ചിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. 2023 മുൻ സർക്കാരിന്റെ കാലത്ത് ബക്കാഡി കമ്പനി സംസ്ഥാന നികുതി വകുപ്പിന് അപേക്ഷ നൽകിയിരുന്നെന്നും 3 വർഷം തങ്ങൾ ഒന്നും ചെയ്തില്ലെന്നും മുൻ ധനമന്ത്രി KN ബാലഗോപാൽ. പുതിയ സർക്കാർ വന്ന ശേഷം അസാധാരണ വേഗത്തിലാണ് തീരുമാനമെടുത്തതെന്നും പിന്നിൽ അഴിമതിയാണെന്നും ബാലഗോപാൽ പറഞ്ഞു. പ്രകടന പത്രികയിൽ മദ്യത്തിന്റെ ലഭ്യത കുറയ്ക്കുമെന്ന വാഗ്ദാനം നിലനിൽക്കെ ബജറ്റിൽ വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി കുറച്ചതെങ്ങനെയെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് VM സുധീരൻ. ജനവികാരം സർക്കാർ ഉൾക്കൊള്ളുമെന്ന ശുഭപ്രതീക്ഷയാണ് തനിക്കുള്ളതെന്നും VM സുധീരൻ പറഞ്ഞു. PM ശ്രീ പദ്ധതിയിൽ നിന്ന് കേരളത്തിന് പെട്ടെന്ന് ഊരിപ്പോകാൻ പറ്റില്ലെന്ന് മുസ്ലിം ലീഗ് നേതാവ് MK മുനീർ. വീഴ്ച വരുത്തിയത് പിണറായി വിജയന്റെ സർക്കാരാണെന്നും കരാർ ഒപ്പിടുന്നതിന് മുൻപ് വ്യവസ്ഥകളിൽ മാറ്റത്തിന് അവസരമുണ്ടായിരുന്നിട്ടും അത് ചെയ്തില്ലെന്നും MK മുനീർ കുറ്റപ്പെടുത്തി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM ശക്തി കേന്ദ്രങ്ങളിൽ പോലും നേരിട്ടത് വലിയ തിരിച്ചടിയാണെന്ന് കേന്ദ്ര കമ്മിറ്റി അംഗം KK ശൈലജ. നേതാക്കളും പ്രവർത്തകരും ശൈലി മാറ്റണം. ഭാഷാ ശൈലിയും പെരുമാറ്റവും ജീവിത രീതിയും പരിശോധിക്കണം. പ്രശ്നങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടും പരിഹരിക്കാൻ ശ്രമമുണ്ടായില്ലെന്നും KK ശൈലജ ചിന്തയിലെ ലേഖനത്തിൽ പറയുന്നു. മെഡിക്കൽ ഷോപ്പുകൾക്ക് മുന്നിൽ ഉപഭോക്താക്കളെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിൽ ഡിസ്കൌണ്ട് ബോർഡുകൾ സ്ഥാപിക്കുന്നത് വിലക്കിയ ഡ്രഗ്സ് കൺട്രോളറുടെ സർക്കുലർ ഹൈക്കോടതി ശരിവച്ചു. 80% വരെ ഡിസ്കൌണ്ട് ലഭിക്കുമെന്ന ബോർഡുകൾ പൊതുജനങ്ങളിൽ തെറ്റിദ്ധാരണ സൃഷ്ടിക്കാൻ ഇടയാക്കുമെന്ന് സർക്കാർ കോടതിയെ അറിയിച്ചു.
CPM നേതാവ് PV ശ്രീനിജനെതിരെ വിജിലൻസ് അന്വേഷണം. സ്ലേറ്റ് എന്ന പേരിൽ കുന്നത്തുനാട് മണ്ഡലത്തിലെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ നടപ്പാക്കിയ വിദ്യാഭ്യാസ പദ്ധതിയിൽ ക്രമക്കേട് ആരോപിച്ച് യൂത്ത് കോൺഗ്രസ് നേതാവ് ജെയ്സൽ ജബ്ബാർ നൽകിയ പരാതിയിലാണ് നടപടി. പിണറായി വിജയന്റെ വീട്ടിൽ റെയ്ഡ് നടത്തിയ എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ 3 പ്രതികൾക്ക് ജാമ്യമില്ല. ജീവൻ, നന്ദു, ഷൈജു എന്നീ പ്രതികളുടെ ജാമ്യാപേക്ഷയാണ് തിരുവനന്തപുരം ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി തള്ളിയത്. KSRTC പ്രിയദർശിനി സൌജന്യ യാത്ര ആരംഭിച്ചതോടെ കാസർഗോഡ് ജില്ലയിലെ 10 ബസ്സുകൾ സർവീസ് നിർത്തിവെക്കാൻ RTOയിൽ G-ഫോം നൽകി. ജില്ലയിലെ മൊത്തം 480 ബസ്സുകളും പ്രതിസന്ധിയിലാണെന്നും സർവീസ് നിർത്തേണ്ടി വരുമെന്നും ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ. കൊട്ടാരക്കരയിൽ ടിപ്പർ ലോറി ബസ് സ്റ്റോപ്പിലേക്ക് പാഞ്ഞുകയറി 3 പേർ മരിച്ച സംഭവത്തിൽ ഡ്രൈവർക്ക് ടിപ്പർ ഓടിക്കാനുള്ള ലൈസൻസ് ഉണ്ടായിരുന്നില്ലെന്ന് ട്രാൻസ്പോർട്ട് കമ്മീഷണർ. വാഹനത്തിന്റെ GPS സംവിധാനം ഓഫാക്കിയ നിലയിലായിരുന്നു. അമിത വേഗതയാണ് അപകട കാരണമെന്നും ട്രാൻസ്പോർട്ട് കമ്മീഷണർ വ്യക്തമാക്കി. കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ പ്രതിയായ ഡിവൈഎഫ്ഐ നേതാവ് ജിതിൻ ഭാസ്കറിന് ജാമ്യമില്ല. വടകര ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് അപേക്ഷ തള്ളിയത്. പൊതുഭരണ വകുപ്പിലെ 28 ഉദ്യോഗസ്ഥരടക്കം 50ഓളം പേർ തസ്തികയും നിയമനവും ലഭിക്കാത്തതിനെ തുടർന്ന് വീട്ടിലിരുന്ന് ശമ്പളം പറ്റുന്നു. മുൻ സർക്കാരിലെ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിലുണ്ടായിരുന്നവർക്കാണ് തിരികെ വന്നിട്ടും നിയമനം ലഭിക്കാത്തത്. കുട്ടികളെ വിൽക്കുന്ന മനുഷ്യക്കടത്ത് റാക്കറ്റ് സംഘം ഡൽഹിയിൽ പിടിയിൽ. പെൺകുഞ്ഞിന് 3 മുതൽ 4 വരെ ലക്ഷം രൂപയും ആൺകുഞ്ഞിന് 6 മുതൽ 8 വരെ ലക്ഷം രൂപയുമാണ് സംഘം വാങ്ങിയിരുന്നത്. റോഹിണിയിലെ ബീഗംപൂരിലെ ഹിരാസ് മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയായിരുന്നു ശിശു വിൽപ്പന കേന്ദ്രമായി പ്രവർത്തിച്ചത്. നവജാത ശിശുക്കളെ പ്രൈസ് ടാഗ് നൽകിയാണ് വിറ്റിരുന്നതെന്ന് ഡൽഹി പോലീസ്. തമിഴ്നാടിന്റെ വികസനവും വളർച്ചയും മാത്രമാണ് ലക്ഷ്യമെന്ന് നിയമസഭയിൽ മുഖ്യമന്ത്രി ജോസഫ് വിജയ്. ഞങ്ങൾ ആരുടെയും ടീമല്ല, ജനത്തിന്റെ ടീം മാത്രം. കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയോട് ആശയപരമായ എതിർപ്പുണ്ട്. എന്നാൽ കണ്ണടച്ച് എല്ലാ വിഷയത്തിലും കേന്ദ്രത്തെ എതിർക്കില്ലെന്നും വിജയ് പറഞ്ഞു. എല്ലാവർക്കും വന്നു ഡാൻഡ്രഫ്, എന്തു ചെയ്യും ചേട്ടാ? പേടിക്കണ്ട, ഇവിടുണ്ടല്ലോ ഡാൻഡ്രോക്കിൻ ഓയിൽ. ഉടനടി മാറും താരൻ, ഉപയോഗിക്കൂ വേഗം. അമൃത്വേനി ഡാൻഡ്രോക്വെറ്റ്, ദി അൾട്ടിമേറ്റ് ഡാൻഡ്രഫ് സൊല്യൂഷൻ. താൽക്കാലിക നിരോധനത്തിന് ശേഷം ടെലഗ്രാം ഇന്ത്യയിൽ ലഭ്യമായി തുടങ്ങി. ആൻഡ്രോയിഡ് പ്ലേ സ്റ്റോറിലും ആപ്പിൾ ആപ്പ് സ്റ്റോറിലും ആപ്പ് മടങ്ങിയെത്തി. നീറ്റ് പുനഃപരീക്ഷയുടെ പശ്ചാത്തലത്തിലാണ് ആപ്പിന് വിലക്ക് ഏർപ്പെടുത്തിയത്. അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവന കൊള്ളയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി റിപ്പോർട്ട് തേടി. പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് UP സർക്കാർ പ്രധാനമന്ത്രിയുടെ ഓഫീസിന് കൈമാറി. അതിനിടെ അയോധ്യ ക്ഷേത്രത്തിന്റെ ഭരണ ചുമതല ജില്ലാ മജിസ്ട്രേറ്റിന് നൽകി. ദൈനംദിന ഭരണ ചുമതല ജില്ലാ മജിസ്ട്രേറ്റ് ഏറ്റെടുത്തു. മധ്യപ്രദേശ് സർക്കാർ വൻ വികസന പദ്ധതികൾ നടപ്പാക്കുന്ന ഉജ്ജയിനിയിൽ മുഖ്യമന്ത്രി മോഹൻ യാദവും കുടുംബവും വൻതോതിൽ 168 ഏക്കർ ഭൂമി വാങ്ങിക്കൂട്ടിയെന്ന വാർത്ത വിവാദമായി. മോഹൻ യാദവ്, അദ്ദേഹത്തിന്റെ ഭാര്യ, മകന്റെ ഭാര്യ, മറ്റടുത്ത ബന്ധുക്കൾ എന്നിവർ ചേർന്ന് 2023 മുതൽ കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന ഭൂമി വാങ്ങിക്കൂട്ടിയെന്നാണ് വാർത്ത. പല സംസ്ഥാനങ്ങളിലെ വോട്ടർ തിരിച്ചറിയൽ കാർഡ് കൈവശം വെച്ചെന്നാരോപിച്ചുള്ള ഹർജിയിൽ നടൻ പ്രകാശ് രാജിനെതിരെ ജാമ്യമില്ല വാറന്റ്. 2 തവണ സമൻസ് അയച്ചിട്ടും ഹാജരാകാതിരുന്ന ബംഗളൂരുവിലെ മജിസ്ട്രേറ്റ് കോടതിയാണ് വാറന്റ് പുറപ്പെടുവിച്ചത്. കർണാടക, ആന്ധ്ര, തെലങ്കാന, തമിഴ്നാട് സംസ്ഥാനങ്ങളിലായി 4 തിരിച്ചറിയൽ കാർഡുകളുണ്ടെന്നാണ് ആരോപണം. ബംഗളൂരുവിലെ ഫ്ളാറ്റിൽ ഒരു കുടുംബത്തിലെ 3 പേരെ കുത്തിക്കൊന്നു. സോമസുന്ദർ, ഭാര്യ മുത്തുലക്ഷ്മി, ഇളയ മകൾ സുപ്രിയ എന്നിവരാണ് കൊല്ലപ്പെട്ടത്. കുടുംബത്തിലെ മൂത്ത മകൾ ശ്വേതയും കാമുകനും ചേർന്നാണ് കൊലപാതകം നടത്തിയതെന്ന് പോലീസ്. വിവാഹ തലേന്ന് 21-കാരിയായ പ്രതിശ്രുത വധുവിനെയും മാതാപിതാക്കളെയും വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കർണാടകയിലെ മൈസൂരു ജില്ലയിലുള്ള ടി നരസിപുര താലൂക്കിലാണ് ശിവണ്ണ, ഭാര്യ നാഗരത്ന, മകൾ രക്ഷിത എന്നിവർ മരിച്ചത്. 6 മാസത്തിനിടെ മ്യാൻമറിൽ 700-ലേറെ സാധാരണക്കാരെ സൈന്യം കൊലപ്പെടുത്തിയെന്ന് റിപ്പോർട്ട്. മ്യാൻമറിൽ തെരഞ്ഞെടുപ്പ് നടന്നപ്പോഴാണ് ഇത്രയും കൊലപാതകങ്ങൾ ഉണ്ടായതെന്ന് ഐക്യരാഷ്ട്രസഭ വ്യക്തമാക്കി. കൊല്ലപ്പെട്ടവരിൽ 224 സ്ത്രീകളും 153 കുട്ടികളും ഉൾപ്പെടുന്നു. സെനഗൽ ഫുട്ബോൾ ടീമിന് കടുത്ത സാമ്പത്തിക പ്രതിസന്ധി. ടീമിന്റെ മുഖ്യ പരിശീലകൻ പാപ് ചിയാവിന് 5 മാസമായി ശമ്പളം നൽകിയിട്ടില്ലെന്നാണ് വിവരം. താരങ്ങൾക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങളെല്ലാം പൂർണ്ണമായി മുടങ്ങിയിരിക്കുകയാണ്. കനത്ത മഴയും ശക്തമായ ഇടിമിന്നലും കാരണം 2 മണിക്കൂറോളം തടസ്സപ്പെട്ട ഫ്രാൻസ് ഇറാഖ് ലോകകപ്പ് മത്സരം പുനരാരംഭിച്ചപ്പോൾ ഫ്രാൻസ് എതിരില്ലാത്ത 3 ഗോളിന് ഇറാഖിനെ കീഴടക്കി.
14 മിനിറ്റിലും 54 മിനിറ്റിലും ഗോളുകൾ നേടി ഫ്രാൻസിന്റെ കിലിയൻ എംബപ്പെ ലോകകപ്പിലെ 16ാമത്തെ ഗോളുകൾ സ്വന്തമാക്കി ജർമ്മൻ താരം ക്ലോസയുടെ റെക്കോർഡിനൊപ്പമെത്തി. ഒസുമാനെ ഡെമ്പലാണ് 66 മിനിറ്റിൽ 3ാമത്തെ ഗോൾ നേടിയത്. ലോകകപ്പിലെ ഗ്രൂപ്പ് ഐയിൽ നടന്ന മത്സരത്തിൽ സെനഗലിനെ 2-3 ഗോളുകൾക്ക് തകർത്ത് നോർവെ നോക്കൌട്ടിൽ. എർലിംഗ് ഹാലണ്ട് തുടർച്ചയായ 2ാം മത്സരത്തിലും ഇരട്ട ഗോളുമായി തിളങ്ങിയ മത്സരത്തിൽ മാർക്കസ് ഹോളംഗ്രെൻ പെഡേഴ്സണും നോർവേയ്ക്ക് വേണ്ടി ഗോൾ നേടിയപ്പോൾ സെനഗലിന്റെ 2 ഗോളും ഇസ്ലാമിയ സാറിന്റെ വകയായിരുന്നു. ലോകകപ്പിലെ ഗ്രൂപ്പ് ജെയിൽ നടന്ന മത്സരത്തിൽ ജോർദാനെ 1-2 ഗോളുകൾക്ക് കീഴടക്കി അൾജീരിയ. 36 മിനിറ്റിൽ മുന്നിലെത്തിയ ജോർദാനെതിരെ 69 മിനിറ്റിലും 82 മിനിറ്റിലും ഗോളുകൾ നേടിയാണ് അൾജീരിയ തിരിച്ചടിച്ചത്. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ സായന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഡെയ്സി ബിജു. DailyNewsLive.in വാർത്തകൾ വിരൽ തുമ്പിൽ.